ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. നമ്മുടെ കാനഡ സീരീസിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗ്രാൻവില്ലേ ഐലൻഡിലെയുള്ള കാഴ്ചകളാണ്. ഇത് ഗ്രാൻവില്ലേ ഐലൻഡ് വാൻകൂവറിലാണ് ഉള്ളത്. ഇത് ഡൗൺ ടൗണിൽ നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ കാഴ്ചകളും നമ്മൾ ഫെറിയിലിരുന്ന് നമുക്ക് അവിടെ ഐലൻഡിലിരുന്ന് കാണാൻ പറ്റും. അത് ഒരു അതിമനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. അത് ഒരു മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ഇവിടെ ഒരു പബ്ലിക് മാർക്കറ്റുണ്ട്. അവിടെ ലോകത്തുള്ള എല്ലാ തരം ഫുഡും എല്ലാ തരം സാധനങ്ങളും അവിടെ കിട്ടുന്നതാണ്. ഒരു വലിയ മാർക്കറ്റാണ്. ഇത് ഐലൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഫെറീസ് ഒരുപാടുണ്ട്. ചുറ്റുമുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്ന് അക്വാ ബസ് സർവീസും ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ആൾത്തിരക്കാണ്. ഇവിടെ ബോട്ട് സർവീസ് 3/4 മണിക്കൂർ, 1.5 മണിക്കൂർ, 1 മണിക്കൂർ ഇങ്ങനെയുള്ള ബോട്ട് സർവീസൊക്കെ ഉണ്ട്. നമുക്ക് ആ ബോട്ടിൽ കയറിയിട്ട് ഒരു റൗണ്ട് അങ്ങനെ ഐലൻഡ് കംപ്ലീറ്റ് നമ്മുടെ ഡൗൺ ടൗണിൽ കാണുന്ന എല്ലാ കാഴ്ചകളും ഫെറിയിലിരുന്ന് തന്നെ കാണാം. അത് ഒരു നല്ല ഒരു കാഴ്ചയായിരുന്നു. ഇവിടെ വന്നിട്ട് ഒരുപാട് പ്രാവശ്യം വാൻകൂവർ ഡൗൺ ടൗണിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പുറത്തെ സൈഡ് വന്ന് ഈ വാട്ടർ ബോഡിയിലിരുന്ന് ആ ബിൽഡിങ്ങൊക്കെ കാണുമ്പം നമുക്ക് വലിയ ഒരു അത്ഭുതം തോന്നി. നല്ല ഒരു കാഴ്ചയായിരുന്നു. പല ഡിസൈൻസിലുള്ള ബിൽഡിങ്സും വാട്ടർ ബോഡീസും ബോട്ട് സർവീസുകളും അക്വാ ബസ് സർവീസും ചെറിയ ചെറിയ ഫെറീസും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ക്ലൈമറ്റും സൂപ്പർ ക്ലൈമറ്റായിരുന്നു. അവിടെ നിന്ന് വരാനേ തോന്നിയില്ല. അങ്ങനത്തെ ഒരു ക്ലൈമറ്റായിരുന്നു അവിടെ. ആദ്യം ഞങ്ങൾ പബ്ലിക് മാർക്കറ്റിൻ്റെ അകത്ത് കയറി. അവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് ഗിഫ്റ്റ് ഷോപ്സും പെർഫ്യൂംസും ഡെക്കറേറ്റീവ് ഐറ്റംസും ഫുഡ് ഷോപ്സ് കൊണ്ട് ഒരു രക്ഷയില്ല. വേൾഡിൽ എല്ലാ ടൈപ്പ് ഫുഡും അവിടെ ഉണ്ടായിരുന്നു. എല്ലാ ഫുഡ് സ്റ്റാളിലും നല്ല തിരക്കുണ്ടായിരുന്നു. പലതരപ്പെട്ട ക്യാൻഡീസും പിക്കിൾസ്, സോസ്, ജാംസ്, സ്ക്വാഷസ്, പെർഫ്യൂംസ് എല്ലാം ഉണ്ടായിരുന്നു. ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളും ഒരുപാടുണ്ടായിരുന്നു. എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. നല്ല റേറ്റാണ്, എന്നാലും എല്ലാവരും വാങ്ങിക്കുന്നുമുണ്ട്.
അവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് നമുക്ക് അവിടെ നിന്നും കഴിക്കാം. പുറത്ത് ഒരുപാട് ടേബിളും ചെയറും സിമെൻറ്റിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് പുറം കാഴ്ചകളൊക്കെ കണ്ട് ഇരുന്ന് കഴിക്കാം. അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും അവിടെ നിന്ന് സൂപ്പും നൂഡിൽസും എല്ലാം വാങ്ങിച്ച് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോട്ടിൽ കയറി. തുടരെ ബോട്ട് വന്നും പോയി ഇരിക്കുകയാണ്. നമുക്കങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങളും അകത്ത് കയറിയിട്ട് ടിക്കറ്റൊക്കെ എടുത്തു. ആ ബോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് 2 കൊച്ചു പെൺകുട്ടികളാണ്. അവർ നിസ്സാരമായിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഞങ്ങളുടെ ബോട്ട് അനങ്ങി തുടങ്ങി. അങ്ങനെ സൈഡിലുള്ള കാഴ്ചകളൊക്കെ നല്ല അത്ഭുതമായിട്ടുള്ള കാഴ്ചകളാണ്. ഒരുപാട് ഫെരീസും ബോട്ട്സും. ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ നാട്ടിൽ കാറും ബൈക്കും ഉള്ളതുപോലെ ബൈക്ക് ഇവിടെ അധികം ഇല്ലല്ലോ. ഇവർ കാറും ബോട്ടുമാണ് വാങ്ങിക്കുന്നത്. നമ്മുടെ പുറത്ത് പോയാൽ നമ്മൾ വീടുകളിൽ പുറത്ത് തന്നെ ബോട്ടൊക്കെ കെട്ടി ഇങ്ങനെ വച്ചിരിക്കുന്നതും കവർ ചെയ്ത് വച്ചിരിക്കുന്നതും കാണാം. അവർ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ കാറിൽ അത് അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ലേക്ക് ഷോറിലൊക്കെ വന്നിട്ട് അവർ തന്നെ ഓപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ ഐലൻഡിലൊക്കെ കറങ്ങി പോകുന്നത് കാണാൻ പറ്റും. അവർക്ക് ഇങ്ങനെ വാട്ടർ ബോഡീസിൽ ഇങ്ങനെ ബോട്ട് ഓടിക്കുന്നത് വലിയ ഒരു ഹരമായിട്ടാണ് അവർ കാണുന്നത്. ഞങ്ങളും ഒരുപാട് വീടുകളുടെ പുറത്ത് വലിയ മുറ്റമാണല്ലോ ഇവിടെ, മതിലൊന്നും കാണാറുമില്ല. പക്ഷേ എല്ലാ വീട്ടിലും വലിയ കാറുമുണ്ട്. അതിൻ്റെ സൈഡിൽ ഒരു ബോട്ടും ഇങ്ങനെ നിർത്തി വച്ചിരിക്കുന്നത് കാണാൻ പറ്റി. ഇവിടെയും ഒരുപാട് പ്രൈവറ്റ് ബോട്ടുകളാണ് വന്നും പോയിരിക്കുന്നത്. അവരിങ്ങനെ ഒരു രസമായിട്ട് പോയിട്ട് ഫിഷിങ് അങ്ങനെ ചെയ്യുന്നതും ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതുമൊക്കെ കാണാൻ പറ്റി. നമ്മൾ ഈ സൈഡിലൊക്കെ ബിൽഡിംഗ് എല്ലാം ഈ ഡൗൺ ടൗണാണ്. വാൻകൂവർ ഡൗൺ ടൗണിലുള്ള ബിൽഡിങ്സാണ്. അത് അപ്പുറത്തെ സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഇത് ഇപ്പുറ സൈഡിൽ വന്ന് കാണുമ്പം അത് ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല രസമുള്ള ഒരു യാത്രയായിരുന്നു അത്. ആ ഗ്ലോബ് പോലെ കാണുന്നത് വാൻകൂവറിലെ ഉള്ള സയൻസ് മ്യൂസിയമാണ്.
ഇതും കാണേണ്ട ഒരു പ്ലേസാണ്. ഇതുവരെ ഞങ്ങൾക്ക് അവസരം കിട്ടിയില്ല, പോകാനുള്ള പ്ലാനുണ്ട്. ഇവിടെ അവിടെയും ഇവിടെയുമായിട്ട് ഒരുപാട് ബോട്ട് ജെട്ടികളുണ്ട്. അവിടെ നിന്ന് ആൾക്കാർ കയറുന്നതും ഇറങ്ങുന്നതും കാണാൻ പറ്റി. ഇവിടെ കുട്ടികൾക്ക് സ്ട്രോളർ കൊണ്ടുവരാറുണ്ട് എല്ലാവരും. അപ്പോൾ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും സ്ട്രോളറും അവർ ഇറക്കാനും കയറ്റാനുമൊക്കെ ആ 2 പെൺകുട്ടികളും നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഡീലിങ്സൊക്കെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ 45 മിനിറ്റ്സ് ഒരു റൗണ്ട് ചുറ്റിയിട്ട് അവർ നമ്മളെ സ്റ്റാർട്ടിംഗ് പ്ലേസിൽ തന്നെ കൊണ്ടാക്കി. ഒരു സൈഡിൽ കൂടി പോയിട്ട് സയൻസ് മ്യൂസിയം വരെ പോയി എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് അടുത്ത സൈഡിൽ കൂടിയാണ് വരുന്നത്. അത് നല്ല രസമുള്ള കാര്യമായിരുന്നു. ഇവിടെ ഐലൻഡിൽ അവിടെ കലാകാരന്മാർ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്സൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർക്ക് കൊടുക്കുന്നത് അരമണിക്കൂർ സ്ലോട്ടാണ്. ആ സമയം കൊണ്ട് അവർ പ്ലേ ചെയ്തിരിക്കും. ഇത് ഗിറ്റാർ, ഫ്ലൂട്ട്, വയലിൻ ഇങ്ങനെയുള്ള പാട്ട് ഇതൊക്കെ അവർ പ്ലേ ചെയ്തിരിക്കും. കാണികളൊക്കെ ചുറ്റും നിന്ന് അല്ലെങ്കിൽ ഇരുന്ന് കാണാറുണ്ട്. പിന്നെ ഒരു കാര്യം ഞങ്ങൾക്ക്
കാണാൻ പറ്റിയത്. നമ്മളൊക്കെ ഇങ്ങനെ പൈസ അവരുടെ മുമ്പിൽ എരിയുന്നത് പോലെ ഇവർ എരിഞ്ഞു കൊടുക്കാറില്ല. ഭവ്യമായിട്ട് കുനിഞ്ഞ് അവരുടെ പ്ലേസിൽ അവർ കാശ് വയ്ക്കുന്നതാണ് കണ്ടത്. അത് നല്ല ഒരു ശീലമായിട്ട് ഞങ്ങൾക്ക് തോന്നി. എല്ലാവരും ഒരു ഒച്ചയും ബഹളവും ഉണ്ടാക്കാതെ നല്ലതായിട്ട് അവിടെ ഇരുന്ന് അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഐലൻഡിലെ എല്ലാ കാഴ്ചകളും കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോഴേക്കും നല്ലതുപോലെ ഇരുട്ടിയിരുന്നു. പക്ഷേ ഈ ഡൗൺ ടൗൺ കംപ്ലീറ്റ് നല്ല ജഗജ്യോതിയായിട്ടുള്ള ഒരു ലൈറ്റിൻ്റെ വെട്ടത്തിലായിരുന്നു. എല്ലാ ബിൽഡിങ്സും നമ്മൾ ഫെറിയിലിരുന്ന് കണ്ട ഡൗൺ ടൗണിൻ്റെ എല്ലാ ബിൽഡിങ്സും നല്ല ലൈറ്റ് വെളിച്ചത്തിൽ, അതും ഒരു അത്ഭുതമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റോഡ് സൈഡിൽ കൂടി നമ്മൾ വാട്ടറിലിരുന്ന് കണ്ട സയൻസ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അതും കാണേണ്ട ഒരു കാഴ്ചയാണ്. ഇപ്പോഴേക്ക് ഞങ്ങൾ അകത്ത് കയറുന്നില്ല, അതിൻ്റെ ടൈം ഔട്ടായി. ഇനി വരുമ്പം കയറാമെന്ന് ഞങ്ങൾ യാത്ര തുടങ്ങി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.